നമ്മൾ നേരത്തെ ഒരു പ്രിൻറ്റഡ് സിൽക്കിൻ്റെ സാരി കിട്ടുമായിരുന്നു നമുക്ക്. അതായത് ഒരു 4000 ആ ഒരു റേഞ്ചിലൊക്കെ ഒരു പ്രിൻറ്റഡ് സിൽക്ക്. അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയായിരുന്നു. അതിൻ്റെ കുറേ സാരീസ് ഉണ്ടോയെന്ന് എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഷോപ്പിലൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ആ സാരീസ് അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ അതിനോട് സാമ്യമുള്ളൊരു സാരിയാണിത്. 2480 അതിൻ്റെ ഒരു സെമി സിൽക്കിൽ വരുന്നതാണ്. ആ പ്രിൻറ്റഡ് സിൽക്കിൻ്റെ ഒരു തിക്നെസ് എങ്ങനെയായിരുന്നോ അതേ തിക്നെസ്സേ ഉള്ളൂ. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരി ആണ് ഇതും. അപ്പോൾ നമുക്ക് ആ പ്രിൻറ്റഡ് സിൽക്കിൻ്റെ സാരിയുടെ ഏറ്റവും വലിയൊരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഫീലായിരുന്നു ഉടുക്കുമ്പോൾ. അപ്പോൾ അതേ ഫീലിൽ വരുന്ന സാരിയാണ് ഇതും. ഇത് 2480. ഇതൊരു സെമി സിൽക്കിൽ വരുന്ന സാരിയാണ്. അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസും ഡിഫറെൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാട്ടോ. അതായത് ഇപ്പം ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റർ ടോൺ വരില്ലേ, അതേപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഇതേപോലെ ഒരു ഡിസൈനാണ് വരുന്നത്. 2 ബോർഡേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ആ സെയിം ബോർഡർ കളർ തന്നെ മുന്താണിയിലേക്കും വരും. എന്നിട്ട് ബ്ലൗസ് വരുമ്പോഴും നമുക്ക് ആ ഒരു സെയിം കളറാണ് ബ്ലൗസിനും വരുന്നത് കേട്ടോ. ആ ബോർഡർ കളർ ഏതാണോ ആ കളർ തന്നെയാണ് ബ്ലൗസിന് വരുന്നത്. ഇത് കണ്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് കൈ കിട്ടുമ്പോഴേ അറിയുള്ളൂ. ഇത് അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഈ അധികം കനം ഇഷ്ടമില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സാരി വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2480. ഇത് സാരി നമ്പർ 1. എല്ലാ സാരിക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പറും കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നമ്പറും കൂടെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബേജ് ടോൺ. അതെ, ഒരു ബേജ് ടോണിൽ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം ഈ ബോർഡർ കളർ ഏതാണോ അതേ കളറിൽ തന്നെയായിരിക്കും അതിൻ്റെ ബ്ലൗസും വരുന്നത്. ഉണ്ടോ, നല്ല നമ്മുടെ പ്രിൻറ്റഡ് സിൽക്കിൻ്റെ അതേ ലുക്കിൽ നിൽക്കും. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രിൻറ്റഡ് സിൽക്ക് ആണോ എന്ന് തോന്നും. അതേപോലത്തെ ഒരു മെറ്റീരിയലുമാണ്. ഇത് കണ്ടോ, നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ബ്ലൂവിൻ്റെയൊക്കെ ഡിസൈൻ ഇതിൻ്റെയൊക്കെ സെയിമാണ്. സാരി നമ്പർ 3. കളറ് കൂടുതലായിട്ടാണോ തോന്നുന്നത്? ഇപ്പോഴോ കറക്റ്റാണോ? ഇതാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ എനിക്ക് ഒരു ഡസ്റ്റി പിങ്ക് ടോണിലേക്ക് വരും. സാരി നമ്പർ 4, ഡസ്റ്റി പിങ്ക് ടോൺ, സാരി നമ്പർ 4. സാരി നമ്പർ 4 എല്ലാം നല്ല കളേഴ്സാട്ടോ. കളേഴ്സും ഡിസൈനും ഡിഫറെൻറ്റ് ഡിസൈനുണ്ട്. ഇനി കാണിക്കുന്ന വേറെ ഡിസൈനാണ്. ഇത് സാരി നമ്പർ 5. പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്, ഡിസൈനിൽ മാത്രമുള്ള വ്യത്യാസം. സാരി നമ്പർ 5. ഇതൊരു എന്താ ഒരു സീ ബ്ലൂ സീ ഗ്രീൻ എന്ന് പറയാം, അതേപോലുള്ളൊരു ഷെയ്ഡ് കേട്ടോ. സാരി നമ്പർ 5. പ്രിൻറ്റഡ് സിൽക്കിൻ്റെ സാരി ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ സാരി ഇഷ്ടമാവും. അതേ ഒരു ഫീലാണ് വരുന്നത്. ബേജ് ടോൺ, സാരി നമ്പർ 6 ബേജ് ടോൺ. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ സാരി. നമുക്ക് 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം, പ്ലീറ്റ് ചെയ്തിടേണ്ടവർക്ക് പ്ലീറ്റ് ചെയ്തിടാം. ആ ഒരു നല്ല പിങ്ക്, സാരി നമ്പർ 7. ഇത് കണ്ടോ 1 ലെയർ. 1 ലെയർ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. സാരി നമ്പർ 7. ഷോപ്പിലൊക്കെ വരുമ്പോൾ പ്രിൻറ്റഡ് സിൽക്കിൻ്റെ സാരി ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയ ഒരു ഐറ്റമാണിത്. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു ഗ്രേ ടോൺ, സാരി നമ്പർ 8. സാരി നമ്പർ 9 വേറെ ഡിസൈനാണ്. ഇത് വേറെ ഡിസൈൻ. 9 വരുമ്പോഴും ഒരു ഗ്രീൻ ഗ്രേ ചേർന്നൊരു ഷെയ്ഡ്. സാരി നമ്പർ 9. സാരി നമ്പർ 10 വരുമ്പോഴും ഒരു ഗ്രേ ഷെയ്ഡ് അല്ലേ. പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ബോർഡർ കളറിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോൾ ഒരു ഒരു ബ്രൗണിൻ്റെ ഒരു ലൈറ്റർ ടോൺ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രിൻറ്റഡ് സിൽക്കിൻ്റെ, അതായത് സെമിയിൽ വന്നിരിക്കുന്ന പ്രിൻറ്റഡ് സിൽക്കിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.